ഇതുപോലെ മറ്റൊരു ഫാനിൻ്റെ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. NF വർഗീസിൻ്റെ ഒരു ഫാൻ ഉണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത്, എബി എന്ന പേര്. പുള്ളിക്ക് മിമിക്രിയോട് ഇഷ്ടം തോന്നിയിട്ട് അതുപോലെ തന്നെ വർഗീസേട്ടൻ്റെ കൂടെ സന്തത സഹചാരിയായി മാറി എന്നുള്ളതാണ്. അദ്ദേഹം ഏൽക്കാത്ത ഒരു കാര്യമില്ല, എന്ത് പറഞ്ഞാലും കേൾക്കും, ഒന്നും പൂർത്തീകരിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ മിമിക്രി അസോസിയേഷൻ്റെയൊക്കെ PR ആയിട്ടാണ് നിൽക്കുന്നത്. സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ ആത്മാർത്ഥത കൂടിയിട്ട്, കാരണം അപ്പുറത്തൊരു കല്യാണം ഉണ്ടെങ്കിൽ അത് വെക്കും, ഇപ്പുറത്ത് മരണം ഉണ്ടെങ്കിൽ അത് വെക്കും. അപ്പോൾ രണ്ടിനോടും ആത്മാർത്ഥം കൂടിയിട്ട് രണ്ടും ആകെ അലമ്പായി പോകും. ഞാൻ ഓർക്കുന്നത് എബീനെ എൻ്റെ ഫാദറിൻ്റെ ആണ്ടിന് അത് മാർച്ച് 26 മരിച്ചത്. അപ്പോൾ 26-ാം തീയതി കാലത്ത് പൂവിടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി അത് അഡ്വാൻസായിട്ട് പോയിട്ട് 25-ാം തീയതിയാണ് 26 എന്ന് വിചാരിച്ചിട്ട് 25-ാം തീയതി പൂവിട്ടിട്ട് 26-ാം തീയതി ചെന്നപ്പോൾ മുഴുവൻ പാടി കിടക്കുക. എന്താണെന്ന് ചോദിച്ചപ്പോൾ മാറിപ്പോയിന്ന്. അത് 25-ാം തീയതി പോയി ഇട്ടതാണ്. 26-ാം തീയതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 26/3 ജനുവരി ഫെബ്രുവരി 26/3 മരിച്ച വർഷം എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ 26-ന്ന് എഴുതി വെച്ചിട്ട് പോലും പുള്ളിക്ക് അറിഞ്ഞുകൂടെ 25-ാം തീയതി പോയിട്ടേക്കണം. 25-ാം തീയതി 26-ന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇദ്ദേഹം അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ ടൈമിൽ 2 പരിപാടി ഏറ്റു. ഒന്ന് കരോള്, മറ്റത് അന്ന് കരുണാകരൻ മരിച്ചിരിക്കുക. അന്നത്തെ പരിപാടി നമുക്ക് അറിയാമല്ലോ, ഡിസംബറിലാണ് അദ്ദേഹം മരിച്ചത്, 25-ാം തീയതി. അപ്പോൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ പള്ളിയിലെ കാര്യം ഏറ്റിട്ടുണ്ട്, ഈ മരണത്തിനുള്ള കാര്യം ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് അന്ന് CD ആയിരുന്നു. CD-യിൽ ഫസ്റ്റ് റെക്കോർഡ് ചെയ്തത് ജിങ്കിൾ ബെൽസ് എന്നുള്ള പാട്ടാണ്, ഫസ്റ്റ് നമ്പർ ഇട്ടിട്ട്. സെക്കൻഡ് രഘുപതി രാഘവ രാജാറാം. അപ്പോൾ ഇദ്ദേഹം ഓടി ചെന്നിട്ട്, അതായത് കരുണാകരൻ സാറിൻ്റെ ലീഡറിൻ്റെ ബോഡി വരുമ്പോൾ CD ഇടണമെന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കമ്പനിപ്പടി ജംഗ്ഷനിലാണെന്ന് ഓർക്കണേ. അപ്പോൾ നിറഞ്ഞ കവിഞ്ഞ ആൾക്കാർ ഇദ്ദേഹം CD കൊടുത്തിട്ട് പോവുകയും ചെയ്തു. അടുത്തത്, കാരണം അവിടെ ക്രിസ്മസിൻ്റെ കാര്യം കൂടി ആക്കണമല്ലോ പള്ളിയിൽ. ഇവർക്ക് നമ്പർ അറിയില്ലായിരുന്നു. കരുണാകരൻ്റെ ഡെഡ് ബോഡി വന്നപ്പോൾ ഇവർ നമ്പർ 1 ഇട്ട് ജിങ്കിൾ ബെൽസ്. എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ എന്ന് ഓർത്ത് നോക്ക്. ക്രിസ്മസ് കരോളിൻ്റെ പാട്ട് കേട്ടേക്കണത് ലീഡറിൻ്റെ മരണയാത്രയിൽ. അപ്പോൾ അതുപോലത്തുള്ള പരിപാടികളെ പുള്ളി ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ മകൻ ഒരു പ്രാവശ്യം വിളിച്ചുകൊണ്ട് പോയി. കുഞ്ഞാണവൻ. അപ്പോൾ ഭൂമിയുടെ മുകളിൽ നിൽക്കുന്ന ഉണ്ണിയേശു എന്നും പറഞ്ഞിട്ട് സംഭവമാണ്. അപ്പോൾ ഇവനാണെങ്കിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല നിൽക്കണമെന്ന് പറഞ്ഞു. പക്ഷേ വിഗ്ഗൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഉണ്ണിയേശുവിൻ്റെ ലുക്കുണ്ട്. അപ്പോൾ ഭൂമിയുടെ മുകളിൽ കയറ്റി. അപ്പോൾ കർത്താവ് ഇങ്ങനെയാണ് അതിൽ നിൽക്കുന്നത്. ഈ ഒരു ഓട്ടോറിക്ഷയുടെ മുകളിലാണ് പോണ വഴിക്ക് ഇവൻ വിരലൊക്കെ മാറിപ്പോയി. ആ വിരൽ മാറി ഈ ഏത് വിരലാന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കി കാണും. ഭയങ്കര പ്രശ്നമായി. കാരണം എൻ്റെ മോൻ പിടിച്ച വിരൽ അത് വൃത്തികേടായി പോയി. അതും ഇവൻ്റെ തലയിലാണ് വന്നത്. കാരണം ഇങ്ങനെയുള്ള പരിപാടികളാണ് പുള്ളി കേൾക്കുന്നത്. പുള്ളീനെ കണ്ടു കഴിഞ്ഞാൽ ഒരു യേശുക്രിസ്തു, പട്ടിണി കിടന്ന യേശുക്രിസ്തുവിൻ്റെ ലുക്കാണ്. മുടിയൊക്കെ വളർത്തിയിട്ടൊക്കെയാണ്. അപ്പോൾ ഈ പള്ളിയിൽ തന്നെ ടാബ്ലോ ചെയ്യാമെന്നും പറഞ്ഞ് കയറ്റി. ടാബ്ലോ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പള്ളിക്കാർ പറഞ്ഞ് വേണ്ട, കാരണം ഇത് അപകടത്തിൽ ചെന്ന് അവസാനിക്കുള്ളൂ. പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ ദുഃഖ വെള്ളിയാഴ്ചയാണെന്ന് ഓർക്കണം. ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ ആകെ പ്രശ്നമാകുമെന്ന് തോന്നിയിട്ട് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി എന്താ ചെയ്യുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിഹാര പ്രദക്ഷിണം എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അതായത് കർത്താവിൻ്റെ തിരുശരീരവും വഹിച്ചുകൊണ്ടുള്ള യാത്രയുണ്ട്. അത് പോകുന്ന വഴിക്ക് ഒരു ഇടവഴിയുണ്ട്. ആ ഇടവഴിയിൽ പോയിട്ട് പുള്ളി കർത്താവായിട്ട് നിന്ന്. അപ്പം പുള്ളിയുടെ മോനെ ഹെൽമെറ്റ് കൊടുത്തിട്ട് പുള്ളിനെ കുത്തുന്ന രീതിയിലും മോള മാതാവായിട്ടും അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ ഇട്ട്, അതായത് പുള്ളിക്ക് പള്ളി സമ്മതിക്കില്ല, പക്ഷേ പുള്ളിക്ക് ചെയ്യണം. ആ ഇടവഴിയിൽ കയറിയിട്ട്, ആ ഇടവഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു തെരുവ് നായയുടെ സ്ഥിരം സ്ഥലമാണ്. അപ്പോൾ ഒരിക്കലും അറിയാൻ പാടില്ലാത്ത ഒരു തെരുവ് നായ, അതായത് ഒരാൾ അറിയാൻ പാടില്ലെങ്കിൽ എന്തായിരിക്കും പെരുമാറ്റം എന്നുള്ളത് അറിയാം. അതും വേറൊരു രൂപമൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ ഈ പരിഹാര പ്രദക്ഷിണം ഈ യേശുവിനെ ഓടിച്ചിട്ട് കടിക്കണം പട്ടി. ഭർത്താവ് കുന്തവും വടിയൊക്കെ ഇട്ട് സൈഡിൽ കൂടി ഓടുകയാണ്. അപ്പോൾ ഇതാണ് എബി എന്ന് പറയുന്നത്. ഇതൊരു മറ്റൊരു ഫാൻ, NFൻ്റെ ഫാനാണ്. അപ്പോൾ അദ്ദേഹം NF മരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ കൂടി. അപ്പോൾ എല്ലാവരും പറഞ്ഞ് തിനി സൂക്ഷിക്കണം കേട്ടോ, പുള്ളി നേരത്തെ NFൻ്റെ കൂടെ ഇരുന്ന്. ഞാൻ പറഞ്ഞ അതിനെന്താണ്, അല്ല പുള്ളി കൂടിയാൽ എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് കുശുമ്പന്മാരാണ് നാട്ടിലെ ചെറു കുശുമ്പന്മാർ കൂടരുതെന്ന്. കാരണം ഇതുപോലുള്ളൊരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം ഒരു പ്രാവശ്യം ഞാൻ മസ്കറ്റിൽ ചെന്നപ്പോൾ ഒരു സ്വാഗത പ്രസംഗികരാണ് ഏറ്റവും നന്നായിട്ട്, അതായത് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലവരായി തീരുന്നത് സ്വാഗത പ്രസംഗം പറയുമ്പോഴാണ്. അപ്പോൾ എബി ഒരു പ്രാവശ്യം സ്വാഗത പ്രസംഗം നടത്തിയതാണ്. ഈ സ്വാഗത പ്രസംഗത്തിലാണ് നമ്മളെ ഏറ്റവും നന്നായിട്ട് പറയുന്നത്. കാരണം ഇവിടെ ഇരിക്കുന്ന ബഹുമാന്യനായ ഏറ്റവും നല്ല അധ്യാപകൻ, അല്ലെങ്കിൽ ഏറ്റവും നല്ല അധ്യാപിക, ഏറ്റവും നല്ല പോലീസ് ഓഫീസർ, ഒരിക്കലും മോശമായിട്ടുള്ള അധ്യാപനം പറയില്ല. അപ്പോൾ എബി ഇതുപോലെ തന്നെ സ്വാഗത പ്രസംഗം നടത്തിയപ്പോൾ നമ്മുടെ ഇവിടെ പരിപാടി നടക്കുമ്പോൾ പ്രസംഗിച്ചത് ഇങ്ങനെയാണ്: ഇതിനു മുമ്പ് കലാഭവമണിയാണ് ഇവിടെ വന്നത്.
പിന്നീട് കൽപ്പന ചേച്ചിയാണ് വന്നത്, ഇത്തവണ ടിനി ടോമാണെന്ന്. അവർ പുള്ളി ഒരു അബദ്ധം പറ്റിയതുപോലെ പോയി. എന്താ ഉദ്ദേശമെന്ന് മനസ്സിലായില്ല. ഇതിനു മുമ്പ് കലാപം ഇവർ മരിച്ചുപോയി എന്നുള്ളത് പുള്ളി ഓർക്കാതെ പറഞ്ഞാണ്. പക്ഷേ ഇതൊക്കെ വളരെ നിഷ്കളങ്കമായിട്ട് പറയുന്നതാണ്. പക്ഷെ ഞാനൊന്ന് ഷക്കായിപ്പോയി. ഇതിനു മുമ്പ് കലാപമണിയായിരുന്നു, അതിനുശേഷം കൽപ്പന ചേച്ചി ഇത്തവണ ടിനി ടോമാണെന്ന്. അപ്പോൾ ഇതാണ് എബി. എന്താണ് പറയുന്നതെന്ന്, എന്തോ പ്രവർത്തിക്കുന്ന മനസ്സറിയാതെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. പക്ഷേ ആൾ നിഷ്കളങ്കനാണ്, ഹാർഡ് വർക്കറാണ്. കാലത്ത് മുതൽ അന്തി വരെ പണിയെടുത്തിട്ട് ലാസ്റ്റ് ആ കുടവടച്ച് കളയും. അങ്ങനത്തെ പരിപാടികളാണ് പുള്ളിക്ക്. അങ്ങനെ പുള്ളി ഇലക്ഷന് നിന്നു. എബി അവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കും. വെള്ളപ്പൊക്കം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ രക്ഷാപദ്ധതി ചെയ്ത പുള്ളിയായിരുന്നു. കാരണം എൻ്റെ അമ്മ ഫ്ലാറ്റിലായിരുന്നു, ഒരു കാര്യമില്ല, സുഖമായിട്ട് അവിടെ ജീവിക്കുമായിരുന്നു. ഇവന് നീന്തലറിഞ്ഞുകൂടാന്നുള്ളത് അറിയില്ലായിരുന്നു. വഞ്ചിയായിട്ട് വന്നിട്ട് എൻ്റെ അമ്മേനെ വഞ്ചിയിൽ കയറ്റിയിട്ട് തോപ്പുംപടി കൊണ്ട് ഇറക്കിയേക്കണം, ഒരു ബന്ധുമില്ലാത്ത സ്ഥലത്ത്. ഞാൻ അങ്കമാലിൽ നിൽക്കുക. ഞാൻ ചോദിച്ചപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് വഞ്ചി അങ്ങോട്ടാണ് പോയത്, ഒഴുകി അങ്ങോട്ട് പോകണേ. പലരും പല സ്ഥലത്തേക്ക് പോവാണ്. എൻ്റെ വൈഫാണെങ്കിൽ തൃപ്പൂണിത്തുറയിലായിപ്പോയി, ഞാൻ അങ്കമാലിലായിപ്പോയി. ആ വെള്ളപ്പൊക്കം ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞ് ഉദ്ഘാടനത്തിന് പോയതാണ്. തിരിച്ചു വന്നപ്പോഴേക്കും ഒരു 50 ലക്ഷം പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് വീട്ടിലേക്ക് ചെല്ലാനും പറ്റിയില്ല. അപ്പോൾ അന്ന് രക്ഷാപ്രവർത്തനം നടത്തിയത് എബിയാണ്. അപ്പോൾ ഇലക്ഷന് മത്സരിക്കുമ്പോൾ പുള്ളി ഈ അണികൾ കുറവാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു ഐഡിയയും കൂടിയാണ്. പുള്ളി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെവൽ ക്രോസിൻ്റെ അവിടെ പോയിട്ട് ഫ്രണ്ടിൽ നിൽക്കും. അപ്പോൾ ബാക്കിലിങ്ങനെ വണ്ടികളിങ്ങനെ വരും. ലെവൽ ക്രോസ് ഇങ്ങനെ പൊങ്ങുമ്പോൾ പുള്ളി ആയിരങ്ങൾ 10,000 ആവേശജലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ കിടക്കണവരെ മാത്രമുള്ള ആൾക്കാർ, പിന്നെ ആൾക്കാർ അങ്ങോട്ട് പോകും. പിന്നെ തിരിച്ചതുപോലെ തന്നെ ആൾക്കാർ കാണുമ്പോൾ എന്തായാലും ലെവൽ ക്രോസ് വഴി പോകുന്നതൊക്കെ ആ വാർഡിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ എന്താണ് പുള്ളിയുടെ പിന്നിൽ ഇത്രയും ആൾക്കാരുണ്ടെന്ന്, അങ്ങനെയുള്ള ബുദ്ധികളും പുള്ളി പ്രയോഗിക്കുന്ന ആളാണ്. അതാണ് എബി എന്ന് പറയുന്ന ഒരാൾ. അപ്പോൾ എബിയിൽ നിന്ന് ഞാൻ മറ്റൊരു വ്യക്തി, അതായത് ഇതുപോലുള്ള കഥാപാത്രങ്ങൾ നമ്മൾ ജീവിതത്തിൽ ഓരോന്നുള്ളൂ. തോമസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, വെൽഫെയർ ഓഫീസറായിട്ടൊക്കെ ജയിലിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അവൻ എല്ലാ ജയിലിലും എന്നെ കൊണ്ടുപോകും. എൻ്റെ അമ്മ പറയും, എടാ ഈ മറ്റേ വാരഫലമൊക്കെ വായിക്കാറുണ്ട് അമ്മ, എടാ നീ അടുത്ത ആഴ്ച ജയിലിൽ പോകുന്നൊക്കെ പറയണ്ടല്ലോ. സംഭവം ഇതായിരിക്കും, ഇവൻ എന്നെ ഗസ്റ്റായിട്ട് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ അറിയാതെ ഈ ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ അമ്മ വായിക്കുമ്പോൾ അമ്മക്ക് ടെൻഷനാവും, നീ എന്താ ജയിലിൽ പോകുമെന്ന് പറഞ്ഞത്. സംഭവം വേറെ ഒന്നുമല്ല അമ്മ, മറ്റേ തോമസ് വിളിക്കുന്നതാണ്. അപ്പോൾ തോമസ് കണ്ണൂർ ജയിലിലുണ്ടാകുമ്പോൾ അവിടെ എന്നെ ഗസ്റ്റായിട്ട് വിളിക്കാറുണ്ട്. തിരുവനന്തപുരത്താകുമ്പോൾ അവിടെ ഗസ്റ്റായിട്ട്, പൂജപ്പുര ഓപ്പൺ ജയിലിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിലായിരുന്നപ്പോൾ വെൽഫെയർ ഓഫീസർ എന്ന രീതിയിൽ അവൻ എന്നെ വിളിച്ചു. ഞാൻ പറഞ്ഞ് വരാം, ഞാൻ എത്താമെന്നും പറഞ്ഞ് അവിടെ ചെന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചിലപ്പോൾ VIPs ആയിട്ടുള്ള പ്രതികളുണ്ടാവും. അപ്പോൾ ഇവരൊക്കെ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ടിനി ഇവർക്കൊന്നും നമ്പർ കൊടുക്കരുത് കേട്ടോ, കാരണം ഇവരെങ്ങാൻ ജയിലിൽ ചാടി ആദ്യം വിളിക്കുന്നത് ടിനീനെ ഇരിക്കും. കാരണം ജയിലിൽ ചാടുമ്പോൾ ഇവർക്ക് 10 പൈസ ഉണ്ടാവില്ല, അതുകൊണ്ട് ആരും ഫോൺ നമ്പർ കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് എൻ്റെ തറവാടിൻ്റെ ഏരിയയിൽ ഒരു കുപ്രസിദ്ധനായ ഒരാൾ, ജയാനന്ദൻ എന്ന് പറഞ്ഞ് 7-8 കൊലപാതകമൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് അദ്ദേഹത്തിനെ തൂക്കി കൊല്ലം വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ പലതും അദ്ദേഹത്തിൻ്റെ തലയിൽ വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. ഈ അടുത്തൊരു ഇന്ത്യൻ എക്സ്പ്രസ്സിലെ റൈറ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ടിനി അദ്ദേഹം നിങ്ങളുടെ പേര് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു നോട്ട്ബുക്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ നിങ്ങൾ ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതിയ പുസ്തകത്തിൽ, അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ നിങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ തറവാടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ പേടിച്ചിട്ട് 2 വാതിലൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അയാളൊരു ഹീറോ ആണ് ആ സ്ഥലത്ത്. എന്ന് പറഞ്ഞാൽ പേടി സ്വപ്നം. ഹീറോ എന്ന് പറഞ്ഞാൽ കുപ്രസിദ്ധിയാണ്. ഇത്രയും പേരൊക്കെ ഒന്നിരിക്കുന്നു, രാത്രിയൊക്കെ ഭീകരമായിട്ടുള്ള കഥകളൊക്കെ പറയുന്നത്. പിന്നെ അപസർപ്പക കഥകൾ ഇഷ്ടം പോലെ വരുമല്ലോ. അദ്ദേഹം അവിടെ ഒരാളെ തട്ടിയിട്ടുണ്ട്, ഇവിടെ തട്ടിട്ട് രാത്രി ഇറങ്ങി ഇറന്നാൽ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇയാളെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുഴപ്പമില്ല ടിനി പോയി കാണാം, പക്ഷേ ഇതുപോലെ തന്നെ പറഞ്ഞു നമ്പർ കൊടുക്കരുതിട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ ശരി എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ജയാനന്ദന, റിപ്പർ ജയാനന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പം ഞാൻ കാണാൻ ചെല്ലുമ്പോൾ ചെറിയൊരു മനുഷ്യൻ നല്ല ഉരുണ്ടിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളെയൊക്കെ നാട്ടിൽ പേടിച്ചാണ് ആൾക്കാർ നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളൊന്ന് നേരിട്ട് കാണണമെന്നുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി ഒന്നും പറയുന്നില്ല. ഏറ്റവും വലിയൊരു അപകടം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഞാനന്ന് തിരിച്ചു പോകുന്ന വീട്ടിലെത്തി പിറ്റേ ദിവസം ഈ തോമസ് എന്നെ വിളിച്ചേക്കാം. തോമസ് പറഞ്ഞ്, നമ്മുടെ ഇവിടെ നിന്ന് ഒരാൾ പോന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരാണ്? ജയാനന്ദൻ ജയിലടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പോൾ ചിലപ്പോൾ ടിനിയുടെ വീട്ടിലോട്ടായിരിക്കും വന്നത്, നമ്പറൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടിനീനെയാണ് ലാസ്റ്റ് കണ്ടതെന്നും പറഞ്ഞ് ഇവിടെ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവമേ എൻ്റെ തലയിലായത്, ഇനി ഇതെങ്ങനെ ഇവിടെ കയറി വരുമോ? ആകെ എനിക്കൊരു അങ്കലാപ്പായി. പക്ഷേ അന്ന് തന്നെ കാലത്തെ പറഞ്ഞെങ്കിൽ വൈകിട്ടായപ്പോഴേക്കും ഊട്ടിയിൽ വെച്ച് പിടിച്ചു. അന്ന് നിങ്ങൾ പത്രമൊക്കെ വായിച്ചിട്ടുണ്ട്. ഊട്ടിയിൽ വെച്ച് പിടിക്കുകയും
അപ്പം തന്നെ തോമസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് ഇനി ആളെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എന്താണ് ഇപ്പോൾ കാല് കെട്ടി തൂക്കിയിട്ടിട്ട് വയറ്റത്തിട്ട് അടിച്ചുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉഫ് ഇനി അവൻ്റെ ഗതികേടാണ് അടിച്ച് ഒതുക്കി കളയുമെന്ന് പറഞ്ഞു. അന്ന് അവിടെ ചെന്നപ്പോഴും ഞാൻ ഈ ജയിലിൽ ചെന്നപ്പോൾ ഇതുപോലെ തന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു 2 പേരും ഒന്ന് പരിചയപ്പെട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 2 മിമിക്രിക്കാർ. ഞാൻ പറഞ്ഞു നിങ്ങളെങ്ങനെ ഇവിടെ വന്നത്? കോഴിക്കോട് എന്തോ പരിപാടി കഴിഞ്ഞപ്പോൾ അടിയുണ്ടായത്, ഇപ്പോൾ അവന്മാരെ അവിടെ കയറി കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ തോമസ് കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്ത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം അവിടെ ഈ ജയിലിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഭീകരാവസ്ഥ തീർന്നു. കാരണം നമ്മൾ കാണുന്നതെല്ലാം ജയിൽ പുള്ളികളാണ്, പക്ഷേ അവരൊക്കെ വളരെ സുഖമായിട്ടാണ് ജീവിക്കുന്നത്. അവിടെ നല്ല സൗകര്യങ്ങളുണ്ട്, മട്ടൻ കിട്ടും. അപ്പോൾ എന്താ വെച്ചാൽ ഈ മഴക്കാലം വന്നു കഴിയുമ്പോൾ ഇവർക്ക് കയറി കിടക്കാൻ സമയമില്ലാത്തപ്പോൾ കയറി കിടക്കാൻ സ്ഥലമില്ലെങ്കിൽ ഉടനെ തന്നെ ഇവരെന്താ വെച്ചാൽ ക്രൈം ചെയ്തിട്ട് ഉടനെ ജയിലിൻ്റെ അകത്തേക്ക് കയറും. പിന്നെ സുഖവാസമാണ് 5-6 മാസം നല്ല മട്ടനും ഇത്രയും ഗ്രാം ബീഫ് ഇത്രയും മീൻ എല്ലാം കൂടി സുഖം. എന്നിട്ട് ഇത് കഴിയുമ്പോഴേക്കും അവർ പുറത്തിറങ്ങും. വീണ്ടും മഴക്കാലം വരുമ്പോൾ വീണ്ടും എന്തെങ്കിലും പടി. എനിക്കെന്തായാലും മഴക്കാലം ആവാറുണ്ട്, ഇപ്പോൾ ഇനി കുറേ ക്രൈം നടക്കുമായിരിക്കും. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പുറകിൽ നിന്ന് കുപ്പിയിട്ട് കൊടുക്കുക. അവിടെ ജയിലിലേക്ക് പ്ലാസ്റ്റിക് കുപ്പി, അതായത് സ്മോള് മറ്റേ ബ്രാൻഡിയുടെ കുപ്പി എറിഞ്ഞു കൊടുക്കുന്ന പരിപാടി. പക്ഷെ ഇതൊക്കെ ഇപ്പോൾ എല്ലാം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എല്ലാം അന്ന് ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോൾ ഈ തോമസ് ഇതുപോലെ തന്നെ ഒരു സിനിമാ താരത്തിനെ പിടിച്ചു. എൻ്റെ പേരുമായിട്ട് സാമ്യമുള്ള ഒരാളെ ഈ മയക്കുമരുന്ന് കേസിന് പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പരമാവധി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണേന്ന് പറഞ്ഞു. മാക്സിമം ഹെൽപ്പ് ചെയ്ത് കൊടുത്തിരുന്നു തോമസ്. അതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത് എറണാകുളത്തുള്ള കാക്കനാട് ജയിലിൽ ചെന്നപ്പോൾ നമ്മുടെ പ്രശസ്തനായ ആൾ അവിടെ ജയിലിൽ കിടപ്പുണ്ട്. ഞാനവിടെ ചെന്നപ്പോൾ നമ്മുടെ ശിവശങ്കർ സാറ് കിടക്കുന്നത്. അപ്പോൾ പറഞ്ഞ് അങ്ങോട്ട് പോകണ്ട, പുള്ളീനെ നോക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ പുള്ളി അവിടെ നിന്ന് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, കാരണം രാജകീയമായിട്ട് ജീവിച്ച ആൾക്കാരൊക്കെ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ കിടക്കേണ്ട വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സങ്കടം തന്നെയാണ്. കാരണം നമ്മൾ വേർത്ത കാശേ നിലനിൽക്കുകയുള്ളൂ, അല്ലാത്തതൊന്നും നല്ല മനുഷ്യനായിട്ട് ജീവിക്കാനാണ് ശ്രമിക്കേണ്ടതെന്ന് എൻ്റെ ഈ ജയിൽ യാത്രകളിൽ എനിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. ഒരു 2 ബെൻസും 5 ഇതുണ്ടായിട്ടൊന്നും കാര്യമില്ല. ഇപ്പം നമുക്ക് തന്നെ അറിയാം ഒരുപാട് പേരെ പിടിക്കപ്പെടുന്നത്, വ്യാജന്മാരായിട്ട് ജീവിക്കുന്നത്. അവരൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് നടന്മാർ. കാരണം അവരൊക്കെ വ്യാജന്മാരായിട്ട് പുറത്ത് വിലസുമ്പോൾ അറിയുന്നില്ല ഇവരൊക്കെ വ്യാജന്മാരാണെന്നും പ്രശ്നക്കാരാണെന്നൊക്കെ. ലാസ്റ്റ് പിടിക്കപ്പെടുത്തി കഴിയുമ്പോഴാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈ തോമസ് എന്ന് പറയുന്ന ആൾ എന്നെ ജയിലിലേക്ക് പല സ്ഥലങ്ങളിൽ വിളിക്കുമ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അബദ്ധത്തിനൊക്കെ അറിയാതെയൊക്കെ വന്ന് പെട്ടുപോയവരുണ്ട്. അവരൊക്കെ ഭയങ്കരമായിട്ട് നിരാശരായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള ഈ ജയാനന്ദനെ പോലുള്ളവരെ ഒരുപാട് പാദങ്ങൾ ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നത്. പക്ഷേ അവർ തന്നെ പറയുന്നു പലതും അവരുടെ തലയിൽ കെട്ടിവെച്ചിട്ടുള്ളതാണെന്ന്. ഇതൊക്കെ തെളിയിക്കപ്പെടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ എന്തെങ്കിലുമൊക്കെ തെളിയിക്കപ്പെടുമായിരിക്കും. അപ്പോൾ ഈ എബിയെ പറയുമ്പോഴും തോമസിനെ പറയുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് അനുഭവങ്ങൾ ഇവരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. തമാശയായിട്ടുള്ളതാണെങ്കിലും ഇവർ കൊണ്ടുപോയി പരിചയപ്പെടുത്തിയ ആൾക്കാരും ഇവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ഓർമ്മയിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്.